സ്വർഗരാജ്യം വിട്ടു നീ ഇറങ്ങി വന്നു മന്നയായി പൂർവികർക്കാശ്വാസമേകാനായി. സ്വർഗരാജ്യം വിട്ടു നീ ഇറങ്ങി വന്നു മന്നയായി പൂർവികർക്കാശ്വാസമേകാനായി. ഇന്നു പങ്കിലമായൊരൻ ഋതു നിർമ്മലമാക്കുവാൻ എൻ്റെ നാവിൽ അലിഞ്ഞു നീയൻ ജീവനായിടൂ. പാപം നീക്കി എന്നെ നിന്റെ നൂതന സൃഷ്ടിയാക്കിടൂ. പരമദിവ്യകാരുണ്യമേ, മധുര സ്നേഹപാരമ്യമേ, വരിക എന്നിൽ വാഴുവാൻ. തരണി നിന്റെ കൃപാവരം, മഹിതമി കൂദാശയിൽ നാഥ. പരമദിവ്യകാരുണ്യമേ. ഓ എൻ്റെ ഈശോയെ, മനോഹരമായ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഒരു പ്രഭാത പ്രാർത്ഥനയ്ക്കായി ഞങ്ങളിതാ അണയുന്നു. നിറഞ്ഞ മനസ്സോടെയാണ് തമ്പുരാനെ ഇന്ന് ഞങ്ങൾ നിന്റെ മുന്നിലായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളെപ്പോലെ കിടന്നുറങ്ങിയ എത്രയോ മക്കൾക്ക് ഇന്നിൻ്റെ ഈ പുതിയ ദിവസം കാണാൻ പറ്റാതെ പോയി. കർത്താവേ, നിന്റെ കരുണാസ്നേഹം അതൊന്നു മാത്രമാണ് ഇന്നെന്നെ വഴി നടത്തുന്നത്. ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ഉണർന്നെഴുന്നേൽക്കുവാൻ ഒരു ദിനം കൂടി അങ്ങ് കനിഞ്ഞു നൽകിയല്ലോ. നിന്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ നിറമനസ്സോടെ ശിരസ് നമിക്കുന്നു. ഇന്നോളം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ പരാതി പറയാനോ പരിഭവിക്കാനോ ഞങ്ങൾക്കാവില്ല ഈശോ. ഒത്തിരി അനുഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. അർഹതയില്ലപ്പ ഒന്നിനും. നിന്റെ കരുണ അതൊന്നു മാത്രമാണ് ഞങ്ങളൊക്കെ ജീവനോടെ ആയിരിക്കാൻ കാരണം. ഒത്തിരി ദുഃഖദുരിതങ്ങൾ, രോഗപീഠകൾ, സാമ്പത്തിക തകർച്ചകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, പലവിധ തടസ്സങ്ങൾ, സമാധാനമില്ലാത്ത അവസ്ഥകളൊക്കെ ഞങ്ങൾക്കുണ്ട് ഈശോയെ. എങ്കിലും അതിനിടയിലും തമ്പുരാനെ തകരാതെ തളരാതെ നീ ഞങ്ങളെ കാക്കുന്നുണ്ടല്ലോ. അത് മതി ഈശോ ഞങ്ങൾക്ക്. നീ കൂടെ ഉണ്ടായാൽ മതി. നിന്റെ സ്നേഹം കൂട്ടിനുണ്ടായാൽ മതി. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. വിജയകരമാക്കി മാറ്റണമേ. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി, മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ എല്ലാവരെയും ഈശോയെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സംരക്ഷണയ്ക്കായി ഇതാ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. തമ്പുരാനെ, ദിവസവും ഒത്തിരി ആവശ്യങ്ങളും നിയോഗങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരാറുള്ളത്. പ്രാർത്ഥിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നതെല്ലാം, ചോദിക്കുന്നതെല്ലാം ദൈവം നമുക്ക് തരുന്നുണ്ടോ? ചിലപ്പോൾ ലഭിക്കും, ചിലപ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ ഫലദായകത്വത്തെക്കുറിച്ച് ചില നേരങ്ങളിലെങ്കിലും സംശയം ഉടലെടുക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടാതെ വരുന്നത്? എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? യേശു ഇതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന കൃതിയിലാണ് ഇതിനുള്ള മറുപടി. എന്താണ് മറുപടി എന്നല്ലേ പറയാം. പ്രാർത്ഥനയിലൂടെ സ്നേഹത്തിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഉത്തരമരുളുന്നുവെന്ന് വിശ്വസിക്കുകയും മടുപ്പ് കൂടാതെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അക്കാര്യം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെങ്കിൽ ദൈവം അനുവദിച്ചു തരും. ഒന്നുകൂടെ കേട്ടോ. പ്രാർത്ഥനയിലൂടെ സ്നേഹത്തിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഉത്തരമരുളുമെന്ന് വിശ്വസിക്കുകയും മടുപ്പ് കൂടാതെ
ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അക്കാര്യം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെങ്കിൽ ദൈവം അനുവദിച്ചു തരും. ഈ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹം വേണം, ഉത്തരം കിട്ടുമെന്ന വിശ്വാസം വേണം, മടുക്കരുത്. ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്കേറ്റവും അനുയോജ്യമായിരിക്കണം. ഈ പ്രഭാതത്തിൽ ഈശോയുടെ കൂടെയായിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ആ നിയോഗത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോ എനിക്കത് സാധിച്ചു തരുമെന്ന വിശ്വാസത്തോടെ ഈ സമയം പ്രാർത്ഥിക്കാം. മടുക്കരുത്. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെങ്കിൽ ഈശോ നിങ്ങൾക്കത് സാധിച്ചു തരും. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഈശോയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. വിനയമുള്ള തിരുഹൃദയമേ, എന്റെ ഹൃദയം നിൻ ഹൃദയം പോലെയാകണേ. എന്നെ നിന്റെ സ്വന്തമാക്കുവാൻ ജീവനേകി നീ ചുടുനിലത്താൽ കഴുകിയുള്ളിൽ വെണ്മ നൽകി നീ ശുദ്ധി നൽകി എന്റെ ഹൃത്തിൽ നീ വസിക്കില്ലേ. സോദരർക്കായി ഹൃത്തു നൽകാൻ എന്നെ മാറ്റണേ. സ്നേഹജാലയായി ഈ വിശ്വമാകവേ പ്രഭചൊരിയും കാരുണ്യഹൃദയമേ, എനിക്കായി തുറന്നു തന്ന ഹൃദയമേ. എളിമ ശാന്ത വിനയമുള്ള തിരുഹൃദയമേ, എന്റെ ഹൃദയം നിൻ ഹൃദയം പോലെയാകണേ. എളിമ ശാന്ത വിനയമുള്ള തിരുഹൃദയമേ, എന്റെ ഹൃദയം നിൻ ഹൃദയം പോലെയാകണേ. നമുക്ക് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ ദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറയാൻ, അവിടുത്തെ വരദാന ഫലങ്ങളാൽ അവരെല്ലാവരും നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബോധജ്ഞാനത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, എന്നിലും എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരിലും ബോധജ്ഞാനമെന്ന ദിവ്യദാനത്തെ തന്നരുളേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ബുദ്ധിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ, എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ബുദ്ധി എന്ന ദിവ്യദാനത്തെ തന്നരുളേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ആലോചനയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ, എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആലോചന എന്ന ദിവ്യദാനം തന്നരുളേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ആത്മശക്തിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ, എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആത്മശക്തി എന്ന ദിവ്യദാനം തന്നരുളേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. അറിവിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിവെന്ന ദിവ്യദാനം തന്നരുളേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ഭക്തിയുടെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഭക്തി എന്ന ദിവ്യദാനം എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും തന്നരുളേണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ദൈവഭയത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ദൈവഭയമെന്ന ദിവ്യദാനം തന്നരുളേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. യേശുനാഥ, സ്ലിഹന്മാരും ശിഷ്യരും പരിശുദ്ധ അമ്മയോടുകൂടെ സിഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതുപോലെ ഞങ്ങളെയും നിറയ്ക്കണമേ. ആമേൻ. ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ തിരുഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് പാപിയായ എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എളിമയും ക്ഷമയും വിശുദ്ധിയും അങ്ങയുടെ തിരുഹിതത്തോട് വിധേയത്വവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, അങ്ങയിലും അങ്ങേക്ക് വേണ്ടിയും ജീവിക്കാനുള്ള കൃപ നൽകണമേ. ആപത്തിൽ സംരക്ഷണവും ദുഃഖത്തിൽ ആശ്വാസവും അനുദിന ആവശ്യങ്ങളിൽ സഹായവും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അങ്ങയുടെ അനുഗ്രഹവും ഭാഗ്യമരണവും തന്നരുളേണമേ. ആമേൻ. എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഭവനത്തിലുള്ള ഓരോരുത്തരെയും കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായിട്ട് ഈ പ്രഭാതത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണിവിടം. ഓ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഈ വചനം ഇന്ന് നിവർത്തിയാകട്ടെ. ദൈവമേ, അങ്ങയുടെ ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന ഞങ്ങളെയും പഠനത്തിനും ജോലിക്കുമായി വിദൂരങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിന് ഇതാ ഭരമേൽപ്പിക്കുന്നു. ആപത്തനർത്ഥങ്ങൾ, ആക്രമണങ്ങൾ, രോഗപീഠകൾ, പാപക്കെണികൾ തുടങ്ങി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളിൽ ആരും സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനോ അബദ്ധസഞ്ചാരങ്ങളിൽ പെടാനോ ഇടവരുത്തരുതേ. സന്യാസ വൈദിക ദൈവവിളികൾ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. വിവാഹബന്ധത്തിലൂടെ ഇവിടേക്ക് കടന്നു വരുന്നവരും ഇവിടെ നിന്ന് മറ്റു ഭവനങ്ങളിലേക്ക് അയക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മക്കൾ വഴി കുടുംബങ്ങൾ അനുഗ്രഹീതമാക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭവനം ഏതെങ്കിലും തരത്തിലുള്ള പാപം മൂലം മലിനമാകാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിന് സംരക്ഷണം നൽകണമേ. ഈ ഭവനത്തെ വിശുദ്ധിയുടെ വിളനിലവും എല്ലാവർക്കും ഒരു അനുഗ്രഹവുമാക്കി തീർക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.